നോക്കൂ, ആ സമരത്തിനകത്ത് അത്തരത്തിലുള്ള എലമെന്റ്സ് ഒരുപാട് പേര് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇത് ജൻസി കുട്ടികളുടെ ആവശ്യമാണോ ഉമർ ഖാലിദിനെ റിലീസ് ചെയ്യാൻ പറഞ്ഞു? ഉമർ ഖാലിദ് അഫ്സൽ ഗുരുവിന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ട് ഇവിടെ നടന്ന ഒരാളാണ്. ഈ പറയുന്ന കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടന്ന ആളാണ്. കശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് വാദിക്കുന്ന ഒരാളാണ്. ജൻസി കുട്ടികളുടെ അഭിപ്രായം അതാണ്. ജൻസി കുട്ടികൾ പറയുന്നത് കശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്നാണ്. പിന്നെ അവരെന്തിനാ ഉമർ ഖാലിദിന് വേണ്ടി വായിക്കുന്നത്? അപ്പൊ അവരൊന്നും അല്ല വാദിക്കുന്നത്. അവർ ഈ പറയുന്ന പോലത്തെ എലമെന്റ്സ് അതിനകത്ത് നുഴഞ്ഞു കയറിയിട്ട് ഈ സമരത്തിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ഒരു തരത്തിൽ നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. അല്ലാണ്ട് ഉമർ ഖാലിദ് നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് വാങ്ങിച്ചേക്കുന്ന ആളൊന്നും അല്ലല്ലോ. ജൻസി കുട്ടികൾ അയാൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാൻ വേണ്ടിയിട്ട് നീറ്റ് പരീക്ഷയിൽ എന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടി സമരം ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആളുമല്ലല്ലോ. ജാമ്യം പോലും കിട്ടാണ്ട് ജയിലിൽ കിടക്കുന്ന തീവ്രവാദ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് കോടതിക്ക് ഉൾപ്പെടെ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും സമരം ചെയ്യാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരെയും കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞ ദിമാഗി നക്സലുകൾ ഉണ്ടല്ലോ, ആ ദിമാഗി നക്സലുകൾ ഓരോ ദിവസം കൂടുതലായിട്ട് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഇത്തരം മുദ്രാവാക്യങ്ങൾ സഹായിക്കുന്നതാണ്. ഇപ്പൊ ജാർഖണ്ഡിലേക്ക് അവരെന്തുകൊണ്ട് പോകുന്നില്ല? ഇപ്പൊ പഞ്ചാബിനകത്ത് അവർ ഇത്രയും നാൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ പറയുന്ന സാഹചര്യമുണ്ട് അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഹൈക്കോടതിക്കെതിരെ അതിനുവേണ്ടി സമരം ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങളുടെ സർക്കാർ ഭരിക്കുന്നിടത്ത് ഞങ്ങൾ കുഴപ്പക്കാരാണെന്ന് പറയാൻ ഹൈക്കോടതി ആരാണെന്ന് ചോദിച്ച് അഭിജിത് ദീപ്കെ അവിടെ പോയി സമരം ചെയ്യുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി തന്നെയാണ്. ഈ വിഷയത്തിന് കൂടുതൽ ഒരു പോപ്പുലാരിറ്റി വന്നാൽ നോക്കൂ, നമ്മുടെ ഇന്ത്യയിലെ എക്സാം മാഫിയ എന്ന് പറയുന്നത് വളരെ 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 വേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലാകാലങ്ങളായി നിൽക്കുന്ന ഒരു പ്രോസസ്സാണത്. ഈ പറയുന്ന ചോദ്യപേപ്പർ ചോർച്ച അതൊരു മാഫിയ സംഘം വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ ഒരു വശത്ത് നിന്ന് പൊളിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ഈ ഗവൺമെന്റ് കുറെ കാലങ്ങളായിട്ട് എടുക്കുന്നത്. ചേട്ടാ നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ ഈ PSC വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് നടന്ന ഒരു മാർച്ചായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ നിന്ന് യാതൊരുവിധ സപ്പോർട്ടും കേരളത്തിലെ ഈ PSC വിഷയം അനുഭവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? അല്ല, അത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ആരാ അവിടെ വിഷയങ്ങൾ സമരം ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്? കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളാണോ? അല്ലല്ലോ. അവരെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലെ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം മുഖം നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളത്. കേന്ദ്രത്തില് അവർക്ക് മുഖമില്ല. അവരിൽ ഒരാളെ ആരും വിശ്വാസത്തിലെടുക്കുന്നില്ല. അവർക്ക് യാതൊരു ക്രെഡിബിലിറ്റി ഇല്ല. അപ്പൊ അവരെന്താ ചെയ്യുക? അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു രൂപവും ഭാവവും ഒക്കെ ഉണ്ടാക്കിയിട്ട് പഴയ ആൾക്കാർ തന്നെ എന്താണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് പറഞ്ഞതുപോലെ ഈ പഴയ ആൾക്കാരൊക്കെ കൂടെ പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇതേ വലിയ ജൻസി ആണെന്നും പറഞ്ഞുകൊണ്ട് ഈ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെല്ലാം കൂടെ അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. 45 വയസ്സായ ഇപ്പോഴും പഠിച്ചു തീരാത്ത കുറെ ആൾക്കാരെന്ന പേരിലുള്ള കുറെ ആൾക്കാർ, പഠിക്കുന്നു എന്നുള്ള പേരിൽ വിദ്യാർത്ഥികളാണെന്നും പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാനെന്നും പറഞ്ഞ് അവിടെ പോയി നിൽക്കുകയാണ്. ഇതല്ലാണ്ട് അവിടെ കേന്ദ്രത്തിൽ നിന്ന് നടക്കുന്നത് അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനോട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം സംസ്കാരത്തോടു കൂടി സമരം ചെയ്യുക എന്നാൽ മാത്രമേ സമരം വിജയിക്കുള്ളൂ. അപ്പൊ നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ ഇത്രയും ദിവസം വിദ്യാർത്ഥികൾ സമരം ചെയ്തു. അവർ മുഖ്യമന്ത്രിയെ തെറി പറഞ്ഞോ? മുഖ്യമന്ത്രിയുടെ അമ്മയെ തെറി പറഞ്ഞോ? അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെ ആരെങ്കിലും തെറി പറഞ്ഞോ? അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള ആംഗ്യങ്ങൾ വിക്ഷേപങ്ങൾ കാണിച്ചിട്ടാണോ അവർ സമരം ചെയ്തത്? അല്ല, അവരുടെ ജനുവിനായ വിഷയം ഉയർത്തി അവർ സമരം ചെയ്തു. ആ സമരം കഴിഞ്ഞ ദിവസം വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രാഹുൽ ഗാന്ധി ഇവിടെ വരികയോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ കേൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനസയെ കേൾക്കോ എന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധി ഇവിടെ വരികയും കേൾക്കാനൊന്നും പോകുന്നില്ല. കാരണം അവരുടെ സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവരൊരു പരാജയമാണെന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി എന്തായാലും അവർ തയ്യാറാകില്ല. നാട്ടുകാർക്ക് മൊത്തം അറിയാമെങ്കിലും അവർ തയ്യാറായില്ലല്ലോ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ സർക്കാർ ഒരു പരാജയമാണെന്ന് പറയാൻ വേണ്ടി. അതുകൊണ്ട് അവരാരും ഇവിടെ വരാൻ പോകുന്നില്ല. ഈ രാജ്യത്ത് ജന്തർ മന്ദിറിൽ നടന്നിട്ടുള്ള ഈ ഒരു വലിയ പ്രതിഷേധം അല്ലെങ്കിൽ ഈ ജൻസി പ്രതിഷേധം എന്നുള്ള രീതിയിൽ CJP സംഘടിപ്പിച്ചത് ഈ ഒരു വിഷയത്തിൽ ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകളെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രസ്താവനകൾ കണ്ടിരുന്നു. ആ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ഐസ എന്ന് പറയുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനവും ഇതേ സാഹചര്യം തന്നെ ചെയ്യുകയും, പക്ഷേ ഈ ഐസയുടെ നേതാവ് കഴിഞ്ഞ ദിവസം കണ്ണൂർ വന്നിട്ട് വലിയ രീതിയിൽ അവിടുത്തെ VC എല്ലാം വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടു. പക്ഷെ അവരാരും ഈ PSCയുടെ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾ കാണാനും വന്നിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും ഇവരുടെ ഈ ഒരു ഇരട്ടത്താപ്പ് നിലപാട് രാജ്യവിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്? അല്ല, അവര് ഗുണഭോക്താക്കളാണ് ഈ പല സംവിധാനങ്ങളുടെ. നോക്കൂ, ഇപ്പൊ ഈ പറയുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കൾ എന്ന് പറയുന്നത് അവർക്ക് ഭരണം കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഈ PSC ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അട്ടിമറിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ അട്ടിമറിക്കുന്നത്. മര്യാദയ്ക്ക് പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികളെ മൊത്തം ചതിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ഇടതുപക്ഷ യൂണിയൻ നേതാക്കൾക്ക്, വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടും അവരുടെ കുടുംബം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ പറയുന്ന പാവപ്പെട്ട ജനുവിനായിട്ടുള്ള വിദ്യാർത്ഥികളെ മൊത്തം ചതിക്കുന്നത്. അപ്പൊ അവരിവിടെ വന്ന് സമരം ചെയ്യുന്ന നമ്മൾ വിശ്വസിക്കുന്നു? അവരെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ അത്തരത്തിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള ഗുണഫലങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ആളെയും കൂട്ടി പോയി എന്തെങ്കിലുമൊക്കെ ബഹളം കാണിക്കുക. ഇനി അവര് പോയി ബഹളം കാണിച്ചാൽ അതിന് യാതൊരു വിലയും പബ്ലിക് കൊടുക്കില്ല എന്നറിയാമെന്നുള്ളത് കൊണ്ട് പാറ്റയുടെ ഒരു മുഖം മൂടി ഇട്ടുകൊണ്ട് ഇവർ കുറെ ആൾക്കാർ അവിടെ ചെന്ന് നിൽക്കുന്നു. അത്രേ ഉള്ളൂ. ജാർഖണ്ഡിൽ വലിയൊരു പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടായിരുന്നു.
ഈ ഒരു വിഷയത്തോടു കൂടി ഈ ജൻസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് CJPയുടെ നേതാവായിട്ടുള്ള അഭിജിത് ദീപ്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ പ്രസ്താവനകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ജൻസികൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ വരുന്ന തലമുറക്കൊപ്പമാണെന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ജാർഖണ്ഡിലെ ഈ പ്രതിഷേധത്തിൽ കാര്യമായിട്ടുള്ള ഒരു സഹായം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന ജൻസികൾക്ക് ഈ പാർട്ടി പാർട്ടിയുടെ യഥാർത്ഥ മുഖം അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നോക്കൂ, ഈ പറയുന്ന ജന്തർ മന്തർ സമരം പോലെ എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടാവും? കൂടിപ്പോയൊരു 5000 പേര് അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് മുകളിലൊന്നുമില്ല. ഇന്ത്യയിലെ ഏറ്റവും അധികം ജൻസി സമൂഹം ഉള്ളതാണ് ഭാരതത്തിനകത്ത്. 5000 പേരാണ് ഈ പറയുന്ന ജൻസികളെ മൊത്തമായിട്ട് പ്രതികരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല ഒരിക്കലും. അപ്പൊ ആ സമരത്തോട് കേന്ദ്ര സർക്കാർ വളരെ അനുഭാവപൂർണ്ണമായ ഒരു സമീപനം എടുത്തിട്ടുണ്ട്. ആ സമീപനം എടുത്തത് മറ്റൊന്നും കൊണ്ടല്ല, ആ സമരത്തിനകത്ത് ന്യായമുണ്ട്, ശരിയാണ്, ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അല്ലാണ്ട് മറ്റെന്തെങ്കിലും കണ്ട് ഭയന്നിട്ടൊന്നുമല്ല. തീർച്ചയായിട്ടും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ, ഇനി ആ പ്രതിഷേധം ഉണ്ടായതിനകത്ത് ഒരുപാട് ജെന്യുവിനായിട്ടുള്ള വ്യക്തികളും വിദ്യാർത്ഥികളും ഒക്കെ വന്നു പോയിട്ടുണ്ട്. അപ്പൊ അവരെ കേൾക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിനെ കുറിച്ചിട്ട് കേട്ടത്. നോക്കൂ, ഇവിടെ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊന്നും എന്താണ്, അപ്പൊ ജാർഖണ്ഡിലേക്ക് അവരെന്തുകൊണ്ട് പോകുന്നില്ല? പഞ്ചാബിനകത്ത് അവർ ഇത്രയും നാൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ പറയുന്ന സാഹചര്യമുണ്ട്, അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഹൈക്കോടതിക്കെതിരെ അതിനുവേണ്ടി സമരം ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങളുടെ സർക്കാർ ഭരിക്കുന്നിടത്ത് ഞങ്ങൾ കുഴപ്പക്കാരാണെന്ന് പറയാൻ ഹൈക്കോടതി ആരാണെന്ന് ചോദിച്ച് ഈ അഭിജിത് ദീപ്കെ അവിടെ പോയി സമരം ചെയ്യുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി തന്നെയാണ്. ഈ വിഷയത്തിന് കൂടുതൽ ഒരു പോപ്പുലാരിറ്റി വന്നാൽ നോക്കൂ, നമ്മുടെ ഇന്ത്യയിലെ എക്സാം മാഫിയ എന്ന് പറയുന്നത് വളരെ 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 വേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലാകാലങ്ങളായി നിൽക്കുന്ന ഒരു പ്രോസസ്സാണത്. ഈ പറയുന്ന ചോദ്യപേപ്പർ ചോർച്ച, അതൊരു മാഫിയ സംഘം വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ ഒരു വശത്ത് നിന്ന് പൊളിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ഈ ഗവൺമെന്റ് കുറെ കാലങ്ങളായിട്ട് എടുക്കുന്നത്. ഇപ്പൊ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പോലൊരു സംവിധാനം ഉണ്ടാകണമെന്ന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് ചർച്ച നടന്നതാണ്. പക്ഷെ ഇപ്പൊ മാത്രമാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത്. തീർച്ചയായിട്ടും അത് തുടങ്ങി വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇത്രയും വലിയൊരു രാജ്യത്തൊരു സംവിധാനം മാനേജ് ചെയ്യുമ്പോൾ ആ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് വേണ്ട നടപടികളും അതിനകത്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് അതാത് സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം തയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചേട്ടാ, അവസാനമായിട്ട് ഒരു കാര്യം കൂടി, ഈ നമ്മുടെ ജൻസി കുട്ടികൾ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിലിട്ടൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉമർ ഖാലിദിനെ റിലീസ് ചെയ്യുക എന്നുള്ളത്, ഇതിന് യാഥാർത്ഥ്യവശമായി അറിഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്. നോക്കൂ, ആ സമരത്തിനകത്ത് അത്തരത്തിലുള്ള എലമെന്റ്സ് ഒരുപാട് പേര് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇത് ജൻസി കുട്ടികളുടെ ആവശ്യമാണോ ഉമർ ഖാലിദിനെ റിലീസ് ചെയ്യാൻ? ഉമർ ഖാലിദ് അഫ്സൽ ഗുനുവിന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ട് ഇവിടെ നടന്ന ഒരാളാണ്. ഈ പറയുന്ന കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടന്ന ആളാണ്. കശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് വാദിക്കുന്ന ഒരാളാണ്. ജൻസി കുട്ടികളുടെ അഭിപ്രായം അതാണ്. ജൻസി കുട്ടികൾ പറയുന്നത് കശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്നാണ്. പിന്നെ അവരെന്തിനാ ഉമർ ഖാലിദിന് വേണ്ടി വായിക്കുന്നത്? അപ്പൊ അവരൊന്നും അല്ല വാദിക്കുന്നത്. അവർ ഈ പറയുന്ന പോലത്തെ എലമെന്റ്സ് അതിനകത്ത് നുഴഞ്ഞു കയറിയിട്ട് ഈ സമരത്തിനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ഒരു തരത്തിൽ നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. അല്ലാണ്ട് ഉമർ ഖാലിദ് നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് വാങ്ങിച്ചേക്കുന്ന ആളൊന്നും അല്ലല്ലോ. ജൻസി കുട്ടികൾ അയാൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യാൻ വേണ്ടിയിട്ട്, നീറ്റ് പരീക്ഷയിൽ എന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടി സമരം ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആളും അല്ലല്ലോ. ജാമ്യം പോലും കിട്ടാണ്ട് ജയിലിൽ കിടക്കുന്ന തീവ്രവാദ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് കോടതിക്ക് ഉൾപ്പെടെ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും സമരം ചെയ്യാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരെയും കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞ ദിമാഗി നക്സലുകൾ ഉണ്ടല്ലോ, ആ ദിമാഗി നക്സലുകൾ ഓരോ ദിവസം കൂടുതലായിട്ട് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഇത്തരം മുദ്രാവാക്യങ്ങൾ സഹായിക്കും എന്നാണ് പറയുന്നത്.